ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ വർത്താനങ്ങളൊക്കെ മക്കളെ? സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണില്ല കേട്ടോ മക്കളെ. ഇന്നിപ്പോൾ എങ്ങനെ പറയണോ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. മിന്നൂസിന് നല്ല പനി കേട്ടോ. 2 ദിവസമായിട്ട് പനിയുണ്ട്. നമ്മൾ വയറ്റിന്ന് പോകണ്ടായിരുന്നു, അതൊക്കെ മാറി. ഡോക്ടറെ കാണിച്ച് മാറിയിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാമത് നല്ല പനിയുണ്ട്. അതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, എല്ലാ അസുഖങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല പനിയുണ്ട്. കുട്ടി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, നന്നായിട്ട് ശ്വാസം മുട്ടണമുണ്ട്. അപ്പോൾ കുട്ടിയൊന്നും ഭക്ഷണമൊന്നും കഴിക്കണില്ല. അപ്പോൾ കുറേ നേരം ഞാൻ നോക്കിയിട്ടോ, മാറും കരുതിയാണ്ട്. അപ്പോൾ ഞാൻ എന്നും കാണിക്കണ ഫൈസൽ ഡോക്ടർക്ക് വിളിച്ചു. അപ്പോൾ ഡോക്ടർ ഇന്ന് ലീവാണ്. 2-3 ഡോക്ടർക്ക് വിളിച്ചു കേട്ടോ, അവരൊക്കെ ലീവാണ്. എന്തായാലും നല്ലൊരു പീഡിയാട്രിഷനെ കാണിക്കണം എന്ന് എനിക്ക് ഉറപ്പായിട്ടോ. എനിക്ക് ഇതിലൊക്കെ പാഠം തെളിഞ്ഞാട്ടോ മക്കളെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുട്ടികളെ എല്ലാ ഡോക്ടറെയൊന്നും കാണിക്കലില്ല. അവിടെ എവിടെ ആയിരുന്നു ഒന്നും കാണിക്കലില്ല. ഒന്നെങ്കിൽ നല്ലൊരു പീഡിയാട്രീഷ്യനെ കാണിക്കൂട്ടോ. ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഡോക്ടർ ഉണ്ടെങ്കിൽ പോവലുണ്ട് കേട്ടോ. അവിടെ നല്ല ഡോക്ടേഴ്സ്മാരൊക്കെ ഉണ്ടാവലുണ്ട്. ആ നേരത്ത് ഞാൻ പോവും. അല്ലാതെ ഞാൻ കാഷ്വാലിറ്റി അങ്ങനെ ഓടി കതച്ച് പോവലില്ല. കാരണം ഒന്നാമത് അവിടെ PG സ്റ്റുഡൻസ് ആരും. പിന്നെ ആ നേരത്തെ അങ്ങോട്ട് ഇറങ്ങാണ്ട് ഇച്ചൂനെയും കൊണ്ട് ഒരു പാഠം പഠിച്ചതാണ് ഞാൻ. ഒരുപാട് വട്ടം 4 വട്ടമൊക്കെ ഞാൻ ആംബുലൻസ് കയറി ഇറങ്ങിയ കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യൽ, കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ആസ്മയുള്ള കുട്ടിയാണ്. രണ്ടാമത് ഇങ്ങനെ നന്നായിട്ട് ആസ്മ വരുന്ന ടൈമിൽ വെൻറ്റിലേറ്റർ ICU കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം ഞാൻ അങ്ങനെയൊക്കെയല്ല ഹോസ്പിറ്റലിൽ കാണിക്കുള്ളൂ. നെട്ടോട്ടോ ഓടലില്ല, അതിന് നിൽക്കലില്ല ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞു കാക്കുവിനോട് എന്തായാലും ഒരു നല്ല പീഡിയാട്രിഷനെ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രശാന്തിയിൽ എവിടെയെങ്കിലും പോയി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഇല്ല ഡോക്ടേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്ന്. എന്തായാലും ഞാൻ ഫൈസൽ ഡോക്ടർക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ ലീവാണ്, നല്ലോണ്ടെങ്കിൽ വൈകുന്നേരം കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞാൻ അതുവരെ നിന്നില്ല കേട്ടോ. അതുവരെ നിന്നാൽ എനിക്ക് ഉറപ്പാണ്. നമുക്ക് അറിയാലോ മക്കളെ കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്കറിയാം കേട്ടോ. ഈ ബേബീസിൻ്റെ കാര്യം, കുട്ടികൾക്ക് എന്താ സംഭവിക്കാൻ വരുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയാം. ആ കുട്ടി പറ്റ ക്ഷീണം വെച്ചിക്കണ്. അപ്പോൾ എന്തായാലും ഗ്ലൂക്കോസ് ഇടേണ്ടി വരും. പിന്നെ ആസ്മ നല്ലോണം ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ ഇൻഹേലറൊന്നും അടിച്ചിട്ട് കാര്യമില്ല. ആ നേരത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല. ഞാൻ രാവിലെ തന്നെ ഞാൻ കാക്കുവിനോട് പറഞ്ഞു ഒരു നല്ല പീഡിയാട്രിഷ്യനെ കാണിച്ചിട്ട് വൈകുന്നേരം നമുക്ക് കുറവില്ലെങ്കിൽ അങ്ങോട്ട് പോവാം, പെരിന്തൽമണ്ണ പോവാം, ഫൈസൽ ഡോക്ടർ അടുത്തേക്ക് നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അതൊന്നും ഇല്ലാക്കാനും വേണ്ടിയിട്ട് ആ റബ്ബിനോട് ഞാൻ 5 നേരം പ്രാർത്ഥിക്കലിൻ്റെ മക്കൾക്ക് അസുഖമൊന്നും ഉണ്ടാക്കല്ല റബ്ബേ. കാരണം ഒന്നാമത് നിൽക്കാൻ ആളില്ല. 2 പേരെ അപ്പോൾ കാര്യമായിട്ടുണ്ടായിരുന്നത്. ഒന്നിപ്പോൾ ഏട്ടത്തി സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ടാമത് ഇപ്പോൾ കാക്കുവിൻ്റെ വലിയ പെങ്ങളായിരുന്നു എല്ലാ കാര്യത്തിനും നിൽക്കുക. കാക്കുവിൻ്റെ വലിയ പെങ്ങളിപ്പോൾ പോരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മടങ്ങി കേട്ടോ. പ്രശാന്തിയിൽ നിന്ന് അവിടെ ഡോക്ടർ ഇല്ല പറഞ്ഞപ്പോൾ ഓടി, കുട്ടി മിണ്ടണമൊന്നുമില്ല, നല്ല വലിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മലബാർക്ക് പോന്നു കേട്ടോ. ഞാൻ എന്തായാലും നല്ലൊരു പീഡിയാട്രീഷനെ കാണിക്കട്ടെ. നല്ലൊരു മരുന്നൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കുറച്ചൊന്നാണ് കുറയും, ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. മറ്റേ ഹോസ്പിറ്റലിൽ പോയൊരു പാരസെറ്റാമോളും അസ്താലിനൊക്കെ തരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. പക്ഷേ കുട്ടി ക്ഷീണിച്ചിരിക്കണ ആകെ. അപ്പം ഞാൻ പൊന്നൂസിനെ വിളിച്ചിട്ടില്ല. പൊന്നൂസ് എന്തായാവട്ടോ. ഞാനും കാക്കും പെട്ടെന്ന് ഓടിയതാണ്. കുട്ടി ഇങ്ങനെ പറ്റമിണ്ടാതായപ്പോഴേ ഷൈമോളൊരു ഇതുകൊണ്ടൊരു സമാധാനമാണ്. ഓരോട് പറഞ്ഞിക്കണം കുട്ടിക്ക് ചോറൊക്കെ അരച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിക്കണം. മേലൊരു മാനേജ് ചെയ്യട്ടെ, അല്ലാതെ ചെയ്യണം. കുട്ടി പറ്റ ക്ഷീണിച്ചപ്പോൾ ഇനി അഡ്മിറ്റായാൽ ബുദ്ധിമുട്ടല്ലേ കരുതി ഡോക്ടർ നോക്കട്ടെ, ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും പറഞ്ഞു. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ മിന്നൂസാട്ടോ. മിന്നൂസിന് നല്ല പനിയുണ്ട്. 2 ദിവസമായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വന്നാട്ടോ. നമ്മൾ പ്രശാന്തിയിൽ പോയിരിക്കപ്പോൾ അവിടെ ഡോക്ടറൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ നേരെ മലബാർക്ക് പോകുന്നു കേട്ടോ. ജില്ലാശുപത്രിക്ക് ഞാൻ പോകാൻ നിന്നില്ല. അവിടെ പോയ അന്നേരം ഡോക്ടേഴ്സ്മാരൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് ഇച്ചോനെയും കൊണ്ട് കുറേ ഞാൻ പാഠം പഠിച്ചാൽ ഡോക്ടർ ഉണ്ടെങ്കിൽ തിരക്കടില്ല, അതുണ്ടാവില്ല. അവിടെ PG സ്റ്റുഡൻസൊക്കെ ആയിരിക്കും. അപ്പം നല്ലോണം ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാലിന് ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യുമ്മ കുത്തിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കാലിനാണ് കെട്ടിയിരിക്കുന്നത്. കാലിൽ ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട്. നെഞ്ഞിൻ്റെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ. നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട്, നല്ല പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്ഥിരം കാണിക്കണ ഫൈസൽ ഡോക്ടർ വിളിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇന്ന് ലീവാണ്. അപ്പോൾ വൈകുന്നേരം കൊണ്ടുവരാനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത് തന്നെ പോകട്ടോ. ഞങ്ങൾ ഇവിടെ തൽക്കാലം കാണിച്ചു എന്നുള്ളൂ, മരുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനും വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല ക്ഷീണം പറ്റിയാണ്, കണ്ടില്ല. അപ്പം പൊന്നൂസിനെ വിളിച്ചു നോക്കിട്ടോ. പൊന്നൂസ് എന്തായിക്കണം അറിയാനും വേണ്ടിയിട്ടുണ്ട്. പൊന്നൂസ്
തിന്നാനൊക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷൈമോളും ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു നന്നായിട്ട് നോക്കൂട്ടോ. ഓരോട് ഞാൻ പറഞ്ഞ ചോറ് എന്തെങ്കിലുമൊക്കെ അരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവർ ചോറൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവരും കൂടി ഇല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ. കുറേ നേരം വൈകി വന്നിട്ട് 1 മണിക്കൂറൊക്കെ ആയി. രണ്ടാളെ പാലും കൂടി ഞാൻ കൊടുത്തു കേട്ടോ മിന്നുവിന്. അല്ലാന്നുണ്ടെങ്കിൽ പറ്റ ക്ഷീണം പറ്റിയാണ് കുട്ടി, നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഡോക്ടർ അഡ്മിറ്റ് എന്ന് പറഞ്ഞതാണ്. വലിയ ബ്ലഡും എക്സ്റേ ഒക്കെ നോക്കിയിട്ട് എന്താ വെച്ചാൽ പറയാമെന്ന്. എന്തായാലും അഡ്മിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും അഡ്മിറ്റ് ആക്കൂല. അവിടെ പോകുമ്പോൾ പെരുന്തൽമണ്ണ ആകുമ്പോൾ നമുക്ക് MAS പൈസ ഒന്നും വേണ്ട അഡ്മിറ്റിന് കേട്ടോ. പിന്നെ മരുന്നിനും ഇതിനൊക്കെ വേണം. പിന്നെ അവരെ കാണിക്കുന്ന സ്ഥിരം ഡോക്ടറല്ലേ, അപ്പോൾ അവിടെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ആകുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. എന്തിനും ചൂനൊക്കെ 60 ദിവസമായെന്ന് കാണിക്കാൻ തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഡോക്ടർ ലീവാന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും റിസൾട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ റിസൾട്ടിന് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ. 1 മണിക്കൂറൊക്കെ വേണ്ടി വരും പറഞ്ഞു. എക്സറിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടോ. രണ്ടും കൂടി കൂട്ടിയിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. അവിടുന്ന് പനിക്കുള്ള മരുന്ന് പെട്ടെന്ന് കൊടുത്തിരുന്നു കേട്ടോ. നല്ല പനി വന്നപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ അവിടുന്ന് തന്നെ കൊടുത്തു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കാക്കു പറഞ്ഞു നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മക്കൾക്ക് ഞാൻ അവിടെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഷേമോളോട് ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഭക്ഷണം എനിക്ക് ഇങ്ങോട്ട് തിന്നാൻ കഴിയണില്ല. കുട്ടീൻ്റെ കരച്ചിലും കുട്ടി ആകെ ക്ഷീണിക്കലും. കാക്കു കഴിച്ചു കേട്ടോ. സാധാ ചോറൊക്കെ വാങ്ങിച്ചത്. പിന്നെ ക്യാൻറ്റീനത്തെ ഭക്ഷണം എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കിട്ടോ. കറിയൊക്കെ ഒരു രസമില്ലാത്ത പോലെ, രസമില്ലായി അല്ല ഒരു കേട് വന്ന പോലെയൊക്കെ തോന്നുക കേട്ടോ. കാക്കു രസം കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ. ഒരു മനസ്സിക്കൊരു സുഖമില്ല. അപ്പം ഞാനത് അവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ കുട്ടിക്കൊരു ബെന്നും വെള്ളച്ചായയും വാങ്ങിച്ചു കേട്ടോ. അതിങ്ങനെ കൊടുത്തു. അതെന്തായാലും കുടിക്കണുണ്ട്. അപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു എനിക്ക് വിറക്കണുണ്ട്, എനിക്ക് എന്തെങ്കിലും കടി എന്തെങ്കിലും വാങ്ങിച്ചെന്നാൾ ഈ ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ആ ചോറ് വാരി വലിച്ച് തിന്നളാന്നൊക്കെ പറയുന്നുണ്ട് കാക്കു കേട്ടോ. അപ്പോൾ കറിക്ക് എന്തോ ഒരു പ്രോബ്ലം ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. അതൊക്കെ കഴിഞ്ഞാണ്ട് പോന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് റിസൾട്ട് വാങ്ങാനും വേണ്ടിക്കാണ്ട് റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ നന്നായിട്ട് കൗണ്ടൊക്കെ കുറവുണ്ട് എന്ന് പറഞ്ഞ് എക്സ്റേയിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ടിൻസ് ബേബിൻ്റെ കാര്യമൊക്കെ അറിയണോണ്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും നോക്കുക, ഇനി നല്ല ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നാൽ അഡ്മിറ്റ് ആവണം കേട്ടോ എന്ന് പറഞ്ഞു. കുന്നാമ കുട്ടി നല്ല ക്ഷീണിച്ചിട്ടുണ്ട് പറഞ്ഞു. അവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങിയിട്ടോ. മരുന്നൊക്കെ വാങ്ങി. നല്ല റേറ്റൊക്കെ ആയി മരുന്നിന് കേട്ടോ. എന്തായാലും അറിയാം അത്ര റേറ്റൊക്കെ ആവും പ്രൈവറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ. എന്തായാലും കുട്ടികളുടെ അസുഖം പെട്ടെന്ന് കുറയണം എന്ന് കരുതിയിട്ട് തന്നെ പോകുന്നത് കേട്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. മക്കളൊക്കെ എവിടെ നിർത്തുക. പിന്നെ കുഞ്ഞു മക്കളല്ലേ, 2 ബേബിയാണ്, നോക്കാനൊന്നും ആളില്ലല്ലോ. ഞാനും കാക്കു എന്നെ മാനേജ് ചെയ്ത് പോരണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. മടങ്ങി പോന്നു. ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഇനി എന്തായാലും കുറവില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കരുതിയിട്ടുണ്ട്. ഡോക്ടറെ അടുത്തേക്ക് കേട്ടോ, ഫൈസൽ സാറെ അടുത്തേക്ക് പോകണം കരുതിയിരിക്കണേ. അപ്പോൾ മക്കളെ ഡോക്ടറെ കാണിച്ച് പോന്നിട്ടോ. അഡ്മിറ്റ് ആക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ 2 ബേബി ഇല്ലോണ്ട് തൽക്കാലം ഡോക്ടർ മരുന്ന് തന്നു. 2-3 ദിവസം നല്ല പനി ഉണ്ടാവും പറഞ്ഞു. ബ്ലഡിൻ്റെ റിസൾട്ടും എക്സറിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്. ബ്ലഡിൽ കൗണ്ടൊക്കെ നല്ലോണം കുറവാണ്. എക്സ്റേയിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അഡ്മിറ്റ് ആകാനുള്ളൊരു ബുദ്ധിമുട്ടേ. എന്തായാലും കുറയണില്ലേ വന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ മരുന്നൊക്കെ നല്ല വില പിടിപ്പില്ല മരുന്നൊക്കെ എഴുതി തന്നു കേട്ടോ. 627 ഉറുപ്പ്യ മരുന്ന്, ഒരു കുപ്പി മരുന്നിന്, ഒരു പൊടിയാട്ടോ. പിന്നെ കുരക്കില്ല മരുന്നും പനിക്കില്ല മരുന്നും. പിന്നെ ഇവിടുന്ന് എവിടെയെങ്കിലും ആവി പിടിക്കാൻ പറഞ്ഞു കേട്ടോ. പോയി ഇവിടെ ക്ലിനിക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി ആവി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വന്നിട്ടുണ്ട്. ക്ഷീണത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ. നമ്മൾ ആ ബെന്നും പാൽച്ചായയും കൊടുത്തപ്പോഴേ, വെള്ളച്ചായ അല്ലേ, അത് കൊടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു കേട്ടോ. പിന്നെ കരിക്കും വെള്ളം കൊടുത്ത് ക്ഷീണം കുറക്കാൻ പറഞ്ഞു ഡോക്ടർ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഇടേണ്ടി വരും പറഞ്ഞു. മറ്റു ബേബിക്ക് ഇല്ല ആക്കാനേ. നല്ല ഡോക്ടറായിരുന്നു കേട്ടോ, മലബാറിലെ ഡോക്ടർ. എന്തായാലും അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ആകാൻ കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ, കഴിയില്ല. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഫൈസൽ ഡോക്ടറിനെ പോയി കാണിക്കാമെന്ന് കരുതിയിരുന്നു. അവിടെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ പൈസയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ. അറിയണയിൽ വല്ല തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. നോക്കട്ടെ, മരുന്ന് കൊടുത്തുകൊണ്ട് വത്തക്കയൊക്കെ വാങ്ങി പോന്നിരുന്നു കേട്ടോ. വത്തക്കൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടേ അത് കൊടുത്തോക്കട്ടെ, ക്ഷീണം മാറാം. ഭക്ഷണം ഒന്നും കഴിക്കണമില്ല.